ഓക്കെ, നമ്മളുടെ ഇവിടെ തന്നെ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു അല്ലെ? ഇപ്പൊ നിങ്ങൾക്ക് പ്ലേസ്മെന്റ് അസിസ്റ്റൻസിൽ കൂടെയാണ് ഇപ്പം നിങ്ങൾ ഇവിടെ ബാക്ക് എൻഡ് ഓഫീസിലും ജോബിന് കയറിയതും ആൻഡ് ഇപ്പൊ നിങ്ങൾ ഫ്ലൈ ചെയ്യാൻ പോകുന്നതും. സോ അതിന്റെ ഒരു അസിസ്റ്റൻസ് എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? എനിക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു ട്രെയിനിങ് കാര്യങ്ങളൊക്കെ. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അന്നൊരു അക്കാഡമി എന്നുള്ളൊരു ബിൽഡിംഗ് ഇല്ല. നമുക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഓഫീസിൽ തന്നെയായിരുന്നു. അതായത് കോൺഫറൻസ് ഹാളിൽ നമ്മളൊരു 12 പേരുള്ള കാരണം നമുക്ക് സുഖമായിട്ട് ക്ലാസ് എടുക്കാം. നമുക്ക് ക്ലാസ് എടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളും അതായത് സീനിയർ മാനേജേഴ്സും ആയിരുന്നു. അപ്പോൾ അവരൊരു ടീച്ചർ എന്നുള്ള എല്ലാ ക്ലാസ് എടുക്കുന്നത് അവരെ എക്സ്പീരിയൻസ്, അതായത് നമ്മളൊരു ടോപ്പിക്ക് പറയുമ്പോൾ അതിലുള്ള എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഷെയർ ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് നമുക്കറിയാലോ, തിയറി പഠിക്കുന്നതിനെക്കാട്ടിയും ഒന്നും കൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് പറയുമ്പോൾ അത് ഒരു ബെറ്റർ ക്ലാസ് ആയിരിക്കും. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. അപ്പൊ നമ്മൾ ഓൺ ദി ജോബ് ട്രെയിനിങ്ങിന്റെ കാര്യം, ക്ലാസ് റൂം ട്രെയിനിങ്ങിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ എക്സാമിന്റെ ഒരു മെമ്മറി എങ്ങനെയായിരുന്നു? എന്താ അങ്ങനെ ഒരു ഇല്ല, അത്യം പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരുന്നു എക്സാം. ബിക്കോസ് നമ്മൾ ഓൾറെഡി നല്ലൊരു എമൗണ്ട് കൂടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഇനി ഫർദറായിട്ട് എന്തെങ്കിലും പോകണമെങ്കിൽ നമ്മളത് പാസ്സാവണം. അപ്പോൾ നല്ല ടെൻഷനായിരുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ച പോകുന്നില്ല, എക്സാം ഒക്കെ വളരെ ഈസിയാണ്. ബിക്കോസ് നമ്മൾ ഓൾറെഡി അക്കാഡമിയിൽ നിന്ന് അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം എക്സാംസിനും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് വലിയ ഇഷ്യൂ ഇല്ലാണ്ട് പോയി ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു അല്ലെ, നമ്മുടെ കേരളത്തിൽ തന്നെ അത്യാവശ്യം വെൽ നോൺ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് നമ്മളുടേത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഡിഫറൻസ് തോന്നുന്നത് നമ്മുടെ അക്കാഡമിക്ക്? ആക്ച്വലി നമ്മുടെ അക്കാഡമി റൺ ചെയ്യുന്നത് ഫ്രണ്ട് ലൈൻ ലോജിസ്റ്റിക്സ് എന്ന ഒരു വലിയൊരു ലോജിസ്റ്റിക്സ് ഗ്രൂപ്പാണ്. ഓൾമോസ്റ്റ് ഒരു 10 കൺട്രീസിൽ 24 ഓഫീസ്, മെയിൻലി മിഡിൽ ഈസ്റ്റ് ആണ്. പിന്നെ യൂറോപ്പിൽ നമുക്ക് പോളണ്ടിലും ഓഫീസ് ഉണ്ട്. അപ്പോൾ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് തീർച്ചയായും ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഓൺ ജോബ് ട്രെയിനിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഓരോ ലൊക്കേഷൻ ഹാൻഡിൽ ചെയ്യുന്ന ഓരോ ആൾക്കാരോട് ഞങ്ങൾ ട്രെയിൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വൺ ഡേ നമ്മളിപ്പോൾ കുവൈറ്റ് ആണ് നമ്മൾ പഠിക്കണമെങ്കിൽ തൊട്ട് ദിവസം ബഹ്റൈൻ, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു ആഡഡ് അഡ്വാൻറ്റേജ് തോന്നി. ഓക്കെ,